ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും സത്യമാവണമെന്നില്ല. കുറേ കാര്യങ്ങളൊക്കെ അതായത് നമ്മുടെ മിഥ്യാധാരണകൾ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ചിലത് നമ്മൾ തെറ്റിദ്ധരിക്കുന്നതാണ് ശരിയാണ് എന്ന രീതിയിൽ. അപ്പം ഇന്ന് ഞാൻ നിങ്ങളടുത്ത് പറയാനായിട്ട് പോകുന്നത് 90% ആളുകൾക്കും അറിയാത്ത റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള കുറച്ച് സത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇത് നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ് നന്നായി പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് മുഴുവനായിട്ടും ഒന്ന് കാണുക എന്നുള്ളത്. ഇനി ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കാണ്ടിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഒന്ന് എടുത്ത് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ നമുക്ക് നോക്കാം, റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് 90% ആളുകൾക്കും അറിയാത്ത സത്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്നേഹം മാത്രം ഒരു ബന്ധവും നിലനിൽക്കാനുള്ള ഒരു കാരണമായിട്ട് മാറില്ല എന്നുള്ളതാണ്. നമ്മളെ പലരും വിചാരിക്കാറുണ്ട് സ്നേഹം ഉണ്ടെങ്കിൽ മതി, വേറൊന്നും വേണ്ട എന്നുള്ളത്. ഒരിക്കലും അത് സത്യമല്ല. സ്നേഹത്തെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളാണ് റെസ്പെക്റ്റ്, വിശ്വാസം എന്നിവയൊക്കെ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അത് പലപ്പോഴും നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. അതായത് നമ്മൾ പലരും വിചാരിക്കാറുണ്ട് ഇഷ്ടമുണ്ടോ, സ്നേഹമുണ്ടോ, അത് മതി, നന്നായി ജീവിക്കാൻ പറ്റും എന്നുള്ളത്. ഇഷ്ടമുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കൊരിക്കലും ആ ഒരാളെ നല്ല രീതിയിൽ, ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റണം എന്നില്ല. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. നമുക്ക് ആ ഒരാളോട് ഇഷ്ടമുണ്ട്, പക്ഷെ നമ്മൾ അവരോട് പെരുമാറുന്നത് എപ്പോഴും അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് എന്ന് വിചാരിക്കുക. അവിടെ എങ്ങനെയാണ് ബന്ധം നന്നായിട്ട് മുന്നോട്ട് പോവുക? ഇപ്പം അവർക്ക് അവരുടെ ഉള്ളിൽ നിങ്ങളോട് ഭയങ്കര സ്നേഹമുണ്ട്, ആ സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാറൊന്നുമില്ല. പ്രകടിപ്പിക്കുന്ന മുഴുവൻ ദേഷ്യവും അവർക്ക് ഉണ്ടാവുന്ന മൂഡ് സ്വിങ്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മേലെ തീർക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പം അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അങ്ങനെ റിലേഷൻഷിപ്പിൽ നിൽക്കാൻ തോന്നുമോ? ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെ റെസ്പെക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വിശ്വാസം എന്ന് പറയുന്നത്. ചെറിയ രീതിയിൽ പോലും ഒരു വിശ്വാസക്കുറവ് ആ റിലേഷൻഷിപ്പിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ ബന്ധം നമ്മൾ എത്ര കൂട്ടി യോജിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാലും അത് പഴയ രീതിയിൽ യോജിച്ച് മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ്. അപ്പം മനസ്സിലാക്കുക, നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു ബന്ധവും നന്നായിട്ട് പോവില്ല എന്നുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വഴക്കും മോശമാണ് എന്ന് പലരും ചിന്തിക്കാറുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, എല്ലാ വഴക്കും മോശമല്ല. ഒരു വഴക്ക് കൊണ്ട് മാത്രം ഒരു ബന്ധവും ഇല്ലാതാവുന്നില്ല. പകരം ആ ബന്ധം നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. അതായത് ഒരു വഴക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. എല്ലാ ബന്ധങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് വഴക്കൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ വഴക്ക് കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ ആ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നു, അതിലാണ് ഇരിക്കുന്നത് പിന്നീട് അങ്ങോട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഭാവി എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് നിങ്ങൾക്കിടയിൽ ഒരു വഴക്ക് വരുമ്പോഴത്തേക്കും ബാക്കിയുള്ള റിലേഷൻഷിപ്പ് പോലെയല്ല, ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഭയങ്കര മോശമാണ്, ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ. അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ ചുറ്റും നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ചുറ്റുമുള്ള ആളുകളൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അവരുടെ ബന്ധങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, ഒരു കുഞ്ഞു വഴക്ക് പോലും ഇല്ല എന്നുള്ളത്. ഒരിക്കലും ഒരു നല്ല റിലേഷൻഷിപ്പ് വഴക്കുകളില്ലാണ്ട് മുന്നോട്ട് പോവില്ല. ഹെൽത്തി റിലേഷൻഷിപ്പ് അതിൽ കുഞ്ഞു കുഞ്ഞു വഴക്കുകൾ ഉണ്ടാവും. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക. വഴക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് ഒത്തുതീർപ്പാക്കുന്ന ആ ഒരു രീതി, അതേപോലെ തന്നെ പിന്നീട് അങ്ങോട്ട് നിങ്ങൾ സംസാരിക്കുന്ന രീതി, അതിലൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇരിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം, മനസ്സ് വായിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പല ആളുകളും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, എൻ്റെ മനസ്സ് വായിക്കാൻ അവൾക്കറിയും, അല്ലെങ്കിൽ അവന് എൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. എങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ എന്താ ഉള്ളത് എന്നുള്ളത് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുക? നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് പോയിട്ട് നിങ്ങളുടെ പാരൻസിന് പോലും അത് അറിയാൻ പറ്റില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്നുള്ളത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ ആംഗ്യം കാണിച്ചാലോ നിങ്ങൾ വാ തുറന്ന് പറഞ്ഞാലോ മാത്രമാണ് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് വിശപ്പാണെന്ന് അറിഞ്ഞ് അവരൊരിക്കലും നിങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരില്ല. നിങ്ങൾക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പറയണം. അപ്പോൾ എല്ലാ കാര്യവും അങ്ങനെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളത് നിങ്ങൾ പറഞ്ഞാലേ അവരറിയാൻ പറ്റുള്ളൂ. അതല്ലാതെ ഒന്നും അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ മുഖം വാടിയാലോ, നിങ്ങൾ പറഞ്ഞാലോ, നിങ്ങളുടെ കണ്ണ് നിറഞ്ഞാലോ ഒക്കെയാണ് ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുക.
അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് നിങ്ങൾക്കൊരു വിഷമം വരുമ്പോഴത്തേക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളത് കൊണ്ട് അവർക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മനസ്സ് വായിക്കാനൊന്നും ആർക്കും കഴിയില്ല എന്നുള്ളതാണ്. പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, എനിക്ക് എന്ത് വന്നു കഴിഞ്ഞാലും അവർക്കത് അറിയാൻ പറ്റണം, അതാണ് ഒരു നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്ന് പറയാറുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലോ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരിക്കാം. എന്താണ് പ്രശ്നം എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനൊന്നും അവർക്ക് പറ്റില്ല. സോ ഉള്ളിലുള്ളത് തുറന്നു പറയാം, അതല്ലാതെ അവരറിയുമെന്ന് പറഞ്ഞിരിക്കരുത്, അത് നടക്കില്ല. നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ കാര്യങ്ങളാണ് വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. വലിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. നമ്മുടെ റിലേഷൻഷിപ്പ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഒരു താങ്ക് യു, ഒരു സോറി പറയൽ, ഒരു അപ്രിസിയേഷൻ നൽകുന്നത്, ഒന്ന് ഹഗ് ചെയ്യുന്നത്, ഇതൊക്കെ നിങ്ങൾക്കിടയിലുള്ള ബോണ്ട് വളരെയധികം കൂട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ പാർട്ട്ണർക്ക് നിങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങളുടെ അടുത്ത് അവരത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിച്ചേ പറ്റൂ. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് അവർ ഹാപ്പി ആവുള്ളൂ. അപ്പോഴേ അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹം കൂടുള്ളൂ. അതായത് അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര വലിയ വലിയ രീതിയിലുള്ള സമ്മാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, എപ്പോഴും പുറത്ത് കൊണ്ടുപോയാൽ, പുറത്ത് പോയി ഫുഡ് കഴിച്ചാൽ, സിനിമയ്ക്ക് പോയാലൊക്കെയാണ് അവർ ഹാപ്പി ആവുള്ളൂ, അപ്പോഴേ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആവുക എന്നുള്ളത് ഒരിക്കലും അല്ല. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ പാർട്ട്ണർ നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങളൊന്ന് പോയിട്ട് ഹഗ് ചെയ്ത് നോക്ക്. ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ആ സമയത്ത് നിങ്ങളൊന്ന് ഹഗ് ചെയ്ത് നോക്കുക, അവർക്ക് ഭയങ്കര സന്തോഷമാവും. നിങ്ങളൊന്ന് പുറത്ത് കൊണ്ടുപോകുന്നതിനേക്കാൾ സന്തോഷമാകും അവർക്ക് എന്നുള്ളതാണ്. നിങ്ങൾ രണ്ടുപേരും നടക്കുന്ന സമയത്ത് ജസ്റ്റ് കൈ ഹോൾഡ് ചെയ്ത് നടന്നു നോക്ക്, അവർക്കത് മതിയാവും. അപ്പോൾ വളരെ ചെറുത്, നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത വളരെ ചെറിയ കാര്യങ്ങളാണ് നിങ്ങളെ തമ്മിൽ കുറച്ചുകൂടി അടുപ്പിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി എന്താ പറയുക, ഭയങ്കരമായിട്ട് അവർക്ക് ഭയങ്കര ഫീലിങ്സ് വരും. മീൻസ് അവർ ഭയങ്കര റൊമാൻറ്റിക് ആവും. നിങ്ങളടുത്ത് ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ അവർക്ക് തോന്നും. അവർക്ക് ഭയങ്കര സേഫ് ആയിട്ട് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ മനസ്സിലാക്കാം, വളരെ ചെറിയ കാര്യങ്ങൾ, നമ്മൾ പോലും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ചെറിയ ചെറിയ കാര്യങ്ങൾ, മെയിനായിട്ട് പറയുമ്പോൾ ഈ അപ്രിസിയേഷൻ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി സ്ട്രോങ് ആക്കാനായിട്ട് കാരണമാവും. ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കില്ല. നേരെ മറിച്ച് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ എന്നുള്ളതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ചില സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് വിചാരിക്കാം. നിങ്ങൾ അവരുടെ അടുത്ത് മാറ് ഇങ്ങനെയല്ല, ഈ സ്വഭാവം മാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരിക്കലും മാറാൻ പറ്റില്ല. നേരെ മറിച്ച് നിങ്ങൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് അവരുടെ സ്വഭാവം, അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ആയിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ പതിയെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുക. ഒരിക്കലും മാറാൻ വേണ്ടി അവരെ ഫോഴ്സ് ചെയ്യരുത്. അങ്ങനെ ആകുമ്പോൾ അവർക്ക് മാറാൻ പറ്റില്ല. അവർ ചിന്തിക്കുക നിങ്ങൾ അവരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ഒരിക്കലും അവർ മാറില്ല. ചെറിയ രീതിയിൽ മാറ്റം കൊണ്ടുവരാനൊക്കെ ശ്രമിക്കാൻ അവരെ കൊണ്ട് പറ്റുമായിരിക്കാം. പക്ഷെ നിങ്ങൾ അവരെ മാറ്റാൻ ശ്രമിക്കുകയാണ് എന്നൊരു ചിന്ത വരുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹം കുറേയൊക്കെ കുറഞ്ഞു പോകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അവരെ മാറ്റുക എന്നുള്ളതിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. നേരെ മറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതിനാണ് പ്രാധാന്യമുള്ളത്. അതായത് അവർ കൃത്യമായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ സ്വഭാവം എന്തൊക്കെയാണ്, ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അവർ ഏതൊക്കെ രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക. പൂർണ്ണമായിട്ടും അവരുടെ ഉള്ളിൽ എന്തൊക്കെയാണ് വിഷമങ്ങൾ ഉണ്ടാവുന്നത്, കൂടുതലായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് അവരെ മാറ്റണമെന്ന് തോന്നില്ല. പകരം നിങ്ങൾ അവരെ കുറച്ചുകൂടി സ്നേഹിക്കുകയാണ് ചെയ്യുക. സ്നേഹമാണ് അവിടെ കൂടേണ്ടത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ ഒരിക്കലും ഒരാളെയും മാറ്റാൻ ശ്രമിക്കരുത്. സ്പെഷ്യലി നമ്മുടെ റിലേഷൻഷിപ്പിലുള്ള ആളെ നമ്മൾ മാറ്റണം എന്ന് വിചാരിക്കരുത്. നേരെ മറിച്ച് അവരെ മനസ്സിലാക്കുക. നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ തന്നെ അവരിലുള്ള ചില സ്വഭാവങ്ങൾ അവരായിട്ട് തന്നെ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മാത്രമേ ഒരു മാറ്റം ഒരു റിലേഷൻഷിപ്പിൽ സംഭവിക്കുകയുള്ളൂ. അതെപ്പോഴും നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. വേറെയുണ്ട്, അതായത് നമ്മൾ പലരും ചിന്തിക്കുന്നുണ്ട് നമ്മുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദി നമ്മുടെ പാർട്ട്ണറാണ് എന്നുള്ളത്. അതും ശരിക്കും മിഥ്യാധാരണയാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ സന്തോഷത്തിൻ്റെ ഉത്തരവാദികൾ നമ്മൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ വേറെയും വരുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പറഞ്ഞ 4-5 കാര്യങ്ങൾ മാത്രമല്ല, കുറേ കാര്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കുന്നതേ ഉണ്ട്. പക്ഷേ ഈ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് 4-5 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മനസ്സിലാക്കാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾ ശ്രമിക്കുക. റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം നിങ്ങൾക്കുണ്ടെങ്കിൽ, സൊല്യൂഷൻ വേണമെന്ന് തോന്നുന്ന ആളുകൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, അതേപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്